ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നി ഇൽമ. ഷഫീഖ് സർ, നമ്മുടെ കുട്ടികൾ വളരെ അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് അൽഹംദുലില്ലാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവര് 97 കൂട്ടുകാരെ കൊണ്ട് വന്നു. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവര് 109 കൂട്ടുകാരെ കൊണ്ട് വന്നു. ആ, ഇപ്രാവശ്യം ആ റെക്കോർഡ് അവർ പൊട്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് വെയിറ്റ് ഇൻഷാ ചെയ്യാം. അല്ലാ. ഇൻഷാ അല്ലാ. ഏതായാലും കൂട്ടുകാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ മെസ്സേജ് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കാരണം നമുക്ക് നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി 9:45 എന്ന് പറഞ്ഞിട്ട് 8:45 എന്ന് പറഞ്ഞിട്ട് 8:50 ആയി. ഓൾറെഡി 5 മിനിറ്റ്സ് നമുക്ക് കഴിഞ്ഞു പോയി. അപ്പോൾ ഉടനെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാരെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്ത് ബാക്കിയുള്ള കൂട്ടുകാർക്കും കൊണ്ട് ഇതൊന്ന് ഉടനെ തന്നെ അയച്ചു കൊടുക്കണം. മേ ബി നിങ്ങളുടെ ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ഇത് ഉടനെ തന്നെ അയക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് ഇൻഷാ അല്ലാ കഴിഞ്ഞ പ്രാവശ്യത്തെ റെക്കോർഡ് നമ്മൾ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കൂട്ടുകാരെ, വളരെ ആവേശത്തോടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഞാൻ നോക്കിയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യ, അതേപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, പല ഭാഗത്തു നിന്നും വളരെ ആവേശത്തോടെ നമ്മുടെ ഈ അത്തർഗീബിലേക്ക് എത്തിയ ഓരോ കുട്ടികളെയും ഓരോ കൂട്ടുകാരെയും ഞാൻ ബാംഗ്ലൂർ ഇസ്ലാഹി സെന്ററിന്റെ പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ അത്തർഗീബ്, ഈ ഓൺലൈൻ വെബിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാ. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ വളരെ ആവേശത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ 3rd എഡിഷൻ ആണ്. ഫസ്റ്റ് എഡിഷനിൽ ആദ്യം നമ്മൾ ഉമ്മമാർക്ക് വേണ്ടി മക്കൾ അനുസരണയുള്ളവരാവാൻ എന്ന ടോപ്പിക്കിൽ നമ്മുടെ ഷഫീഖ് സ്വലാഹി ക്ലാസ് എടുത്തിരുന്നു. രണ്ടാമത്തെ സെഷനിൽ നമ്മുടെ അഷ്കർ ഇബ്രാഹിം സർ നമ്മുടെ മക്കളോട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്ന ടോപ്പിക്കിൽ ക്ലാസ് എടുത്തു. രണ്ടാമത്തെ അത്തർഗീബില് അഗെയിൻ പേരൻസിന് വേണ്ടി മുനവർ സുലാഹി മക്കൾ മതബോധമുള്ളവരാവാൻ എന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് ക്ലാസ് എടുത്തു. പിന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പോൾ ഉള്ള ഈ കൂട്ടുകാർക്ക്, അവർക്ക് വേണ്ടി ഫൗസാൻ അഹമ്മദ്, വലൈക്കും അസ്സലാം, ഫൗസാൻ അഹമ്മദ് നമസ്കാരം ഇഷ്ടമുള്ളവരാവാൻ എന്ന ഒരു ടോപ്പിക്കിലും ഓൾറെഡി ക്ലാസ് എടുത്തിരുന്നു. വലൈക്കും അസ്സലാം. പിന്നെ ഇന്നിപ്പോ ഇപ്രാവശ്യം ഇത് മൂന്നാമത്തെ അത്തർഗീബാണ്. മൂന്നാമത്തെ അത്തർഗീബിൽ ആദ്യത്തെ സെഷൻ ഉമ്മമാർക്കുള്ളത് ഡോക്ടർ ഇസ്ന ഇബ്രാഹിം, ഉമ്മമാരെ ദുഃഖവും പേടിയും വേണ്ട എന്ന ഒരു ക്ലാസ് എടുത്തു. രണ്ടാമത്തെ സെഷനിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മുടെ ബഹുമാന്യനായ ഷാബിൻ മദനി പാലത്ത് സാർ നമ്മളോട് ബഹുമാനം ഒരു പഴയ ശീലമോ എന്ന ഒരു ടോപ്പിക്കിൽ ക്ലാസ് എടുക്കും. അതേപോലെ നാളെ നമ്മുടെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, മദ്രസ ടീച്ചേഴ്സിന് വേണ്ടി AI, the teaching methodology, AI in the teaching methodology, മദ്രസ ടീച്ചിങ്ങില് AI-യുടെ ഇത് ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഇൻഷാല്ല നമ്മുടെ ബഹുമാന്യനായ അമാൻ സാർ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇൻഷാല്ല ഇങ്ങനെ ഓരോ സെഷൻസ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ, വളരെ ആവേശത്തോടെ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ നമുക്ക് വേണ്ടി എടുക്കുന്നത്, ഇൻഫാക്ട് ഞാൻ ഒന്ന് പറയുവാണെങ്കിൽ ഇന്നത്തെ ഈ സെഷൻ വളരെ ആക്ടിവിറ്റി ബേസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ നമുക്ക് ഒരു എന്താ പറയുക, ഒരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും പ്രമുഖ കൗൺസിലറും QHLS, CRE
അതേപോലെ പീസ് റേഡിയോ ആങ്കറും കുട്ടികളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതുമായ നമ്മുടെ ഷാബിൻ മദനി പാലത്ത് സാറാണ്. ഷാബിൻ സാറിനെ ആദരപൂർവ്വം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എത്ര സലാമാണ് മടക്കിയത് ല്ലേ. ഞാനിങ്ങനെ എല്ലാവരുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോ, വീഡിയോ നോക്കുമ്പോ ചിലവരൊക്കെ ഈ പറയുന്ന സാർ എവിടെയും ചിന്തിക്കുന്നുണ്ടാവൂലേ. ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് കാറൊക്കെ സൈഡാക്കി പിന്നെ ഒരു ഇരുട്ടിന്റെ ഉള്ളിലുള്ളത്, അതായത് ഞാനൊരു കാടിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് എന്നെ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പൊ ഞാൻ കാറിന്റെ ഉള്ളിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വീഡിയോ ഓഫ് ആക്കി ഇട്ടത് കേട്ടോ. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും പേരൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോ ഡു സംതിങ്, നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഓപ്പൺ യുവർ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം, ചാറ്റ് ബോക്സ്. എന്നിട്ട് ഐ വിൽ ടൈപ്പ് മൈ നെയിം. ഞാൻ എന്ത് ചെയ്യാം, എന്റെ നെയിം ടൈപ്പ് ചെയ്യാം. ഏറ്റവും മാക്സിമം സ്പീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പേര് ടൈപ്പ് ചെയ്യുക. സ്റ്റാർട്ട് ഇറ്റ്. യെസ്, ഹംദാൻ, ഇഹാൻ, റഹാൻ, സജ, ഫൈഹ, ഫാത്തിമ, അസ്ലഹ, ഹാസിം, ഐഹാൻ, ഹായ്, റൈഹ, അസ്സലാമു അലൈക്കും, സഫീദ, ആരിസ്, ലിയ, ഫാത്തിമ, ഹവ്വ, ഫൈസ, ഷെഫിൻ, ഞാൻ, ഫാത്തിമ, ബാദി, സയൻ. ടൈപ്പ് ചെയ്യണേ. ഹെസ, ഷാദിൻ, ദുൽഖറ, അല്ലാഹു അക്ബർ, സിയാൻ, അസ്സലാമു അലൈക്കും. യെസ്. അപ്പൊ എല്ലാവരുടെ പേര് ഇങ്ങനെ കണ്ടുകൊടുക്കുകയാണ്. ദ്വാ ഉണ്ടല്ലോ, ഇഹാൻ ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്. തഹാനി സുഖാണോ? ദുൽഖർ, എന്തൊക്കെയാണ് വീട്ടിലെ വർത്താനം? ഇൽഹാൻ ഉണ്ട്, ഷുറൈഹ് ഉണ്ട് അല്ലെ, ജന്നുണ്ട്, അസാൻ ഉണ്ട്. അപ്പൊ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദിവസം കാണാം. ഫൈഹ, ഞാൻ എല്ലാ പേരുകളും ഇങ്ങനെ വന്നോണ്ട് നിൽക്കുകയാണ്, മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഒന്ന് ചിരിക്കൂ, എന്നല്ല നല്ലൊരു അല്ലാഹ് റബ്ബേ, ചിലവര് ചിരി കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലോ അവിടുന്ന്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ശരിക്കും കണ്ടാൽ പേടിച്ചു പോലെ. സന്തോഷം, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സൽമാന് വേറൊരു ഇമോജി ചിരി കൂടി ഇട്ടുണ്ട്. സൽമാൻ, മാഷാ അല്ലാഹ്. നമ്മളെ വളരെ കുറഞ്ഞ നേരം ഫുള്ള് ചിരി, ദുആക്കെ ചിരി ഇങ്ങനെ പറന്നു പോയിട്ട്, ദുആന്റെ ചിരി ഇവിടുന്ന്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് കുറഞ്ഞ നേരം വേഗം സംസാരിച്ചിട്ട് വി ക്യാൻ മൈൻഡ് അപ്പ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നറിയോ? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ആർക്കാ ടൈപ്പ് ചെയ്യാൻ പറ്റുക? നമ്മള് പിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു പരിപാടിയില്ല, ഫുൾ ടൈപ്പിംഗ് ആണ്. ജസ്റ്റ് ടൈപ്പ് നസിഹ കേക്ക്. ഇസ്ലാം. ഹംദാൻ പറഞ്ഞു ഇസ്ലാമാണ് നമ്മുടെ വിഷയം അല്ലേ? വെരി ഗുഡ്. ഇസ്ലാമിലാണ് നമ്മുടെ വിഷയം. വെരി ഗുഡ്. നമ്മളെ ടോപ്പിക് ആർക്കാണ് പറയാൻ പറ്റുക നോക്കട്ടെ. റെസ്പെക്ട്. വെരി ഗുഡ്. ദുആ ഫാത്തിമയാണ് ശരിയായ ഉത്തരം പറഞ്ഞതില്ലേ. വെരി ഗുഡ്. ബാറക്കല്ല. അപ്പൊ നമ്മൾ ഇന്ന് വളരെ കുറഞ്ഞ നേരം എന്താണ് റെസ്പെക്ട്, ആരോടൊക്കെ റെസ്പെക്ട് വേണം എന്നാണ് പറയാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളെ ഉമ്മമാര് പറയും, ഇവൾക്ക് തീരെ ഒരു റെസ്പെക്ട് ഇല്ല എന്ന് ചിലവർ പറയും. ചിലപ്പോ ഇവിടെ ടീച്ചേഴ്സ് പറയും, കുട്ടി ഉണ്ടല്ലോ, ഓനില്ലേ, ഭയങ്കരമായിട്ട് തീരെ റെസ്പെക്ട് ഇല്ല സംസാരം, എന്താന്നൊക്കെ പറയും. അപ്പൊ സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടു ഹൂം വി നീഡ് ടു എക്സ്പ്രസ് അവർ റെസ്പെക്ട്. ഓക്കെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 10 ആളുകളെ കുറിച്ചാണ്. എത്ര ആളുകളെ കുറിച്ച്? 10 ടൈപ്പ് ഓഫ് ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, റെസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി എല്ലാവരും നിങ്ങളെ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക, കമന്റ് ബോക്സ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ആർക്കൊക്കെ റെസ്പെക്ട് നമ്മൾ കാണിക്കണം? ടൈപ്പ് ചെയ്തോളൂ. ആർക്കൊക്കെ നമ്മൾ റെസ്പെക്ട് കാണിക്കണം? വെരി ഗുഡ്. ഹബ്ബ പറഞ്ഞു യെസ്, റെസ്പെക്ട് യുവർ പാരന്റ്സ്. ഫൈഹ പറഞ്ഞു, ഫൈസ പറഞ്ഞു, ഉൽഫത്ത് പറഞ്ഞു എൽഡേഴ്സ്. വെരി ഗുഡ്. പാരന്റ്സ് അല്ലാതെ മറ്റു കമന്റ്സ് വരട്ടെ. മദർ വരുന്നു, ടീച്ചേഴ്സ് വരുന്നു. വെരി ഗുഡ്. ടീച്ചേഴ്സ് വരുന്നു, പാരന്റ്സ്, മദർ, എൽഡേഴ്സ് വരുന്നു, ഫാദർ വരുന്നു. വെരി ഗുഡ്. ഹംദാൻ എനിക്ക് വളരെ ഇഷ്ടമായി. ഐ ലവ് യു ഹംദാൻ. എന്ന് പറഞ്ഞു. പാരന്റ്സ്, ടീച്ചേഴ്സ് പറഞ്ഞു. വെറൈറ്റി വരട്ടെ, വെറൈറ്റീസ്. ടീച്ചേഴ്സ്, പാരന്റ്സ് അല്ലാതെ വേറെ സംഭവങ്ങൾ ആലോചിക്കൂ.
യെസ്, അള്ള വന്നു. യങ് മെമ്പർ, മുതിർന്നവർ, വെരി ഗുഡ് വെരി ഗുഡ്. അള്ള ഉസ്താദ് ഇന്ന് ദിക്റ പറഞ്ഞു. ഡോക്ടർ, ഡോക്ടറെ ബഹുമാനിച്ചില്ലെങ്കിൽ സൂചി കുത്തി കയറ്റുന്നായിരിക്കും ചിലവർ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഡോക്ടറെ ബഹുമാനിക്കേണ്ടാവും അല്ലെ. എവ്രി വൺ ചിലവർ പറഞ്ഞത് എല്ലാരെയും ബഹുമാനിക്കണം അല്ലെ. മാഷാ അല്ലാ. അപ്പൊ അങ്ങനെ പ്രോഫിറ്റ്സ്, വെരി ഗുഡ്. അതായത് പറഞ്ഞു പ്രോഫിറ്റ്സ് പറഞ്ഞു, പിന്നെ എവ്രി വൺ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ കുറെ ഗ്രാൻഡ് ആയിവ അതൊരു ശരിയായ ഉത്തരമാണ്. വെരി ഗുഡ്. അപ്പൊ ഇളയവരെ എല്ലാവരും. അപ്പൊ നെയ്സാംക ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാല് ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഓൺലൈൻ വന്നിട്ടേ ഓരിങ്ങനെ എന്തോ കേട്ട് കുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇത്ര നല്ല മക്കളാണ് നമ്മളെ മുന്നിലുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാല്. ഞാനതല്ലേ പറഞ്ഞ ഇവര് ഉഷാറാണെന്ന്. അടിപൊളിയാണെന്നല്ലേ ആദ്യം തന്നെ പറഞ്ഞത്. ഒന്ന് നെയ്സാംക, നമുക്ക് ഇവർക്കൊക്കെ ഒരു ചോക്ലേറ്റ് കൊടുക്കണം എന്നാണ് പൂതി. പക്ഷേ ഓൺലൈൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ എല്ലാവരും ഇന്റെ വക ഒരു ചോക്ലേറ്റ് ഓൺലൈൻ ആയിട്ട് ഇൻഷാല്ല ഞാൻ എന്ത് ചെയ്യാൻ തരാൻ പോവാണ്. അപ്പൊ ചോക്ലേറ്റ് വേണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യാ, പിന്നെ ചോക്ലേറ്റ് എടുത്തോളി. ഞാൻ അതാ ചോക്ലേറ്റ്. പിന്നെ ഐസ്ക്രീം വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, ഐസ്ക്രീം എടുക്കാം. ആര് തിരക്ക് കൂട്ടരുത്. ചോക്ലേറ്റ് വേണ്ട ആളുകൾക്ക് ചോക്ലേറ്റ് എടുക്കാം. പിന്നെ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ കേക്ക് വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, കേക്ക് എടുക്കാം. ചോക്ലേറ്റ്സ് ഇതാ വരുന്നു. എല്ലാവരും എന്ത് ചെയ്യാ, വീതിച്ച് ചോക്ലേറ്റ്സ് എടുക്കുക. ബിസ്മി ചെല്ലാൻ മറക്കണ്ട. ഓക്കെ. അപ്പൊ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഐസ്ക്രീമും ചോക്ലേറ്റ്സും ഒക്കെ എന്ത് ചെയ്യുക, എടുത്തോളി ഇൻഷാല്ല. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പിന്നെ ഫസ്റ്റ് ഇതിലേക്ക് കടക്കുകയാണ്. നിസാംക്ക് അത് കാണുന്നുണ്ടോ? യെസ് ഉണ്ട്. ഫൈൻ. അപ്പൊ 10 ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. 10 ആളുകളെ. നമ്പർ 1, ആദ്യം നമ്മൾ ആരെ റെസ്പെക്ട് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഇവിടെയുള്ള ഹംദാനാണ് ആദ്യം ശരിയായ ഉത്തരം പറഞ്ഞതില്ലേ. എന്താ, അള്ളാഹിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കാണിക്കേണ്ടത്. ഇസ്ലാം ടീച്ചേഴ്സ് മുസ്ലിം ടു റെസ്പെക്ട് അള്ളാഹ് അബവ് ഓൾ ബൈ ഒബേയിങ് ഹിം ആൻഡ് ഫോളോയിങ് ഹിസ് കമാൻഡ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആരാന്നറിയോ, അള്ളാഹിനാണല്ലേ. എന്താ കാരണം എന്നറിയോ? സുബ്ഹാൻ അല്ലാ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇവിടെ ഉള്ള എത്ര മക്കള് നമുക്ക് കാണാനുള്ള കണ്ണ് തന്ന്, കേൾവി തന്ന്, എല്ലാം തന്ന റബ്ബില്ലേ, ആ റബ്ബിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും കമന്റ് സെഷൻ, പിന്നെ ദുആ ഫാത്തിമ ആദ്യം ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വൈ വി നീഡ് ടു റെസ്പെക്ട് അള്ളാഹ്? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നോക്കട്ടെ. അള്ളാഹ് നമ്മൾ എന്തിനാണ് റെസ്പെക്ട് ചെയ്യുന്നത്? ദുആ ഫാത്തിമ പറഞ്ഞു ശരിയാണ്. വെരി ഗുഡ്. ക്യാൻ യു ടൈപ്പ് ഇറ്റ് പ്ലീസ്? നല്ല ഉത്തരാണല്ലോ മോള് പറഞ്ഞത്. വെരി ഗുഡ്. ഓക്കെ. ഹി മെയ്ഡ് us. ദുആ പറഞ്ഞു അല്ലേ, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. ഫാഹിസ് പറഞ്ഞു അള്ളാഹു ആണ് നമ്മളെ റബ്ബ് അല്ലേ. വെരി ഗുഡ്. ഗോഡ്, ഹി ഗേവ് us many things. വെരി ഗുഡ്. ബിക്കോസ് ഹിസ് മേക്ക് us. അള്ളാഹാണ് എല്ലാം പഠിച്ചതില്ലേ. ഹി ഗിവ്സ് us everything. വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഇവിടെ പറഞ്ഞല്ലോ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ആർക്കൊക്കെ പറയാൻ പറ്റുക നോക്കട്ടെ. എന്തൊക്കെ അള്ളാഹു പറഞ്ഞു? പറഞ്ഞത് ടൈപ്പ് ഇട്ട്. ഹംദാൻ പറഞ്ഞു സ്വല അല്ലേ. വെരി ഗുഡ്. പ്രയർ ഉണ്ട്. ഖുർആൻ ഓതുക. വെരി ഗുഡ്. അത് ദിക്റ പറഞ്ഞല്ലോ. 5 പറഞ്ഞു ടു റെസ്പെക്ട് പാരന്റ്സ്. മാഷാ അല്ലാഹ്. വി നീഡ് ടു റെസ്പെക്ട് അല്ലാഹ് ബിക്കോസ് ഹി ഈസ് എ ക്രിയേറ്റർ. വെരി ഗുഡ്. പ്രാർത്ഥിക്കാം എന്ന് ഹംദാൻ പറഞ്ഞു അല്ലേ. ദിക്ർ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതാം എന്ന് പറഞ്ഞു. സിയാന പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഹന ഓൾസോ പ്രാർത്ഥിക്കുക. ഹംദാൻ സക്കാത്ത്. ഹജർ പറഞ്ഞ നല്ലൊരു പോയിന്റ് ഉണ്ട്, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുക. അള്ളാഹു അക്ബർ അല്ലേ. ഫാസ്റ്റിംഗ്, സക്കാത്ത്, ഹദീസ്, നിസ്കരിക്കുക. സുബ്ഹാൻ അല്ലാഹ്. നെയ്സാംക, നമ്മൾക്ക് വി ക്യാൻ സ്റ്റോപ്പ് ദ ക്ലാസ്. ഐ തിങ്ക് എന്താണെന്നറിയോ, നമ്മളെക്കാൾ ഉഷാറവര് ക്ലാസ്. പിന്നെ ഒന്നും അറിയാത്തവർക്കാണല്ലോ ക്ലാസ്. ഇതെല്ലാം അറിയുന്ന കുട്ടികളാണ്. മാഷാ അല്ലാഹ്. എന്തൊരു സന്തോഷം. അപ്പോ ഈ നേരത്തെ നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അള്ളാഹുവിന്റെ റെസ്പെക്ട് കാണിക്കണം. അതിന് ഞാൻ എല്ലാവരോടും പറയട്ടെ, ഏത് സമയത്തും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് ഉറപ്പ് വേണം. ഏത് സമയത്തും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കച്ചറ കളിക്കുമ്പോ, എന്തെങ്കിലും പറയുമ്പോഴോ, നടക്കുമ്പോഴോ, നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോഴോ, ഏത് സമയത്തും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നെന്ത് ചെയ്യണം, നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. അതാണ് റെസ്പെക്ട് ഫോർ അള്ളാഹ്.
അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? ഇതിന്റെ രണ്ടാമത്തെ ഇതിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? റെസ്പെക്ട് ഫോർ അള്ളാഹ് സുബ്ഹാനഹു തആല. വെരി ഗുഡ്. ഇനി രണ്ടാമത്തേത് ഞാൻ പറയുകയാണ്. ഓക്കെ ഫൈൻ, യു മേ സീ ഇറ്റ്. റെസ്പെക്ട് ഫോർ പാരന്റ്സ്. കണ്ടോ? ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ ഈ റെസ്പെക്ട് ഫോർ പാരന്റ്സ് എന്നുള്ളതിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ? ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒരു ക്യാമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും ആ ക്യാമ്പിലുള്ള ആളുകളെയും കൊണ്ട് പിന്നെ ഒരു ഓർഫനേജിൽ പോവുകയാണ്. ഓർഫനേജ് എന്ന് വെച്ചാൽ യുമേനോ, അതായത് വാപ്പയോ ഉമ്മയോ ഇല്ലാത്ത, ആരും നോക്കാനില്ലാത്ത കുട്ടികളെ കൊണ്ടിടുന്ന പിന്നെ സ്ഥലമാണല്ലോ ഓർഫനേജ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഓർഫനേജ് ചെന്ന് എൻ്റെ കയ്യിൽ ഒരു പാക്ക് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടെ ഉള്ള പിന്നെ അവിടെ പോയ സമയത്ത് ഒരു ചെറിയ മോൻ എന്ത് ചെയ്തു? എൻ്റെ അടുക്കലേക്ക് വന്നു. എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, ഇക്കാക്ക എനിക്കൊരു മുട്ടായി തരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് മോനൊരു എന്ത് ചെയ്യാ, ഒരു മുട്ടായി തരാം, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു മുട്ടായി അവന് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ആ മോൻ എന്നോട് ചോദിച്ചു, ഇക്കാക്ക എനിക്ക് ഒരു മുട്ടായി കൂടെ തരുമോ? അപ്പൊ ഞാൻ എൻ്റെ രണ്ടാമത്തെ മുട്ടായും കവർന്ന് എടുത്തു കൊടുത്തു. മൂന്നാമത്തെ ആ മോൻ ചോദിച്ചു, ഇക്കാക്ക എനിക്ക് ഒരു മുട്ടായി കൂടെ തരുമോ? ഞാൻ എന്ത് ചെയ്തു? ഒരു മുട്ടായി കൂടെ കൊടുത്തു. കാരണം എന്താണെന്നറിയോ? കുറേ അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ. ഈ മോന് മാത്രം കൊടുത്താൽ എൻ്റെ അടുത്ത് മുട്ടായി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഈ മൂന്നാമത്തെ മുട്ടായി കൂടി മോൻ എടുത്തോന്ന് പറഞ്ഞു. സമയത്ത് ഈ മോൻ പറഞ്ഞു, ഇക്കാക്ക എനിക്ക് ഒരു മുട്ടായി കൂടെ തരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഈ മുട്ടായി എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലേ, മോന് മാത്രം തന്നാൽ ഇക്കാക്കൻ്റെ അടുത്ത് മുട്ടായി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഈ മോൻ അങ്ങോട്ട് കരഞ്ഞു. കരയാന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മള് ചെറിയ കുട്ടികൾ കരയില്ലേ, ഇങ്ങനെ കരയൂലേ, അങ്ങനെ അങ്ങോട്ട് കരഞ്ഞു. എനിക്ക് സങ്കടമായി. അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കി നിന്ന്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഈ മോനെ കരയിപ്പിച്ചത് പോലെ. അപ്പൊ ഞാൻ ഈ മോനോട് പറഞ്ഞ എന്താ വെച്ചാല്, പിന്നെ എന്ത് ചെയ്യരുത്, പിന്നെ കരയേണ്ട മോന് കുറേ മുട്ടായി എന്ത് ചെയ്യാ, കാക്ക തരാന്ന് പറഞ്ഞു. ആ സമയത്തുണ്ടല്ലോ ആ ഒരു മോന് പറഞ്ഞ എന്താന്നറിയോ? കാക്ക, ഇന്റെ ഉപ്പയും ഇന്റെ ഉമ്മയും ഇപ്പൊ ഉണ്ടായിരുന്നു എങ്കില് ഇക്കാക്കനോട് ഞാൻ ഇങ്ങനെ മുട്ടായി ചോദിക്കൂലായിരുന്നല്ലോന്ന്. ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി. ആ മോന്റെ വാപ്പയും ആ മോന്റെ ഉമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ മുട്ടായി കാക്കനോട് ചോദിക്കൂലായിരുന്നല്ലോന്ന്. അപ്പൊ എൻ്റെ മക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടതും ആരെയാണ്? അള്ളാഹു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിനെയാണ്. ഒരു സംശയമില്ല. ഞാൻ പറയാം, ചില ആൾക്കാരൊക്കെ ഉമ്മ പറയും, മോനെ ഇവിടെ വാ, അപ്പൊ അങ്ങോട്ട് പോയി. മോളെ ഇങ്ങോട്ട് വാ, അപ്പൊ അങ്ങോട്ട് പോയി. മോനെ കുറച്ച് സാധനം വാങ്ങിത്തരോ, അപ്പൊ കളിക്കാൻ പോയി. ഇങ്ങനെ ട്രൗസറൊക്കെ ഇട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴേക്കുമ്പോ പറയും, മോനെ കുറച്ച് പഞ്ചസാര വാങ്ങിത്തരോ. അപ്പൊ മോൻ എന്താ പറയാ, എന്താണ് ഉമ്മ, ഹൈസ് ഫുൾ ടൈം ഫോൺ എടുത്ത് വെക്കുന്ന പറയുമ്പോ നമ്മൾ എന്താ പറയാ, എന്താണ് ഉമ്മ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ കരഞ്ഞ് ഫോൺ എടുത്ത് കച്ചറ കൂടെയല്ലേ ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വാപ്പയും ഉമ്മയും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ ഏറ്റവും വലിയ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മുടെ ഉമ്മാനെയും നമ്മുടെ ഉപ്പാനെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരും കമന്റ് സെക്ഷനിലേക്ക് വീണ്ടും വരാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവരും യു ജസ്റ്റ് കം ടു കമന്റ് സെക്ഷൻ. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം കേട്ടാൽ എന്ത് ചെയ്യുക? എല്ലാവരും ടൈപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. ഓക്കെ, ഹൗ വി ക്യാൻ റെസ്പെക്ട് അവർ പാരന്റ്സ്. എന്താണ്, എങ്ങനെ നമുക്ക് നമ്മൾ ഉമ്മാനെ ഉപ്പാനെ റെസ്പെക്ട് ചെയ്യാം? നോക്കട്ടെ നിങ്ങൾ എന്താ പറയുന്നത്. പ്ലീസ് ടൈപ്പ് ഇറ്റ്. ഹാരിസ് പറഞ്ഞത് ഒബെയിങ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഫാത്തിമ ജബീർ പറഞ്ഞത് ഒബെയിങ് ബൈ ഹെൽപ്പിംഗ് ദം. വെരി ഗുഡ് അല്ലേ? ഉമ്മയ്ക്ക് എന്തെങ്കിലും അടുക്കളയിൽ പണിയാണെങ്കിലോ വാപ്പക്കൊക്കെ എന്ത് ചെയ്യുക, സഹായിച്ചു കൊടുത്തിട്ട് അവരെ റെസ്പെക്ട് ചെയ്യും. വെരി ഗുഡ്. പിന്നെ അനുസരണ ബൈ ലിസണിങ് ടു ദം. ഫാത്തിമ പറഞ്ഞ നല്ലൊരു പോയിന്റ് ആട്ടോ. അവരെ കേൾക്കണം. ചില സമയത്തൊന്നും ഉമ്മാനിപ്പ നമ്മൾ കേൾക്കലില്ല. അപ്പൊ ഉമ്മ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോ ഒക്കെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ, ഇമ്മേ നിങ്ങൾക്ക് അറിയണോ ഇന്ന് സ്കൂളിലില്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറയുമ്പോ ഉമ്മ കേൾക്കലില്ലേ? അതുപോലെ ഉമ്മയും വാപ്പയും പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കാൻ കഴിയണം അല്ലേ? അടുത്തൊരു കാര്യം, നാജിയ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. ബൈ ഡൂയിങ് വാട്ട് ദേ സേ ആസ്ക്. അവര് പറഞ്ഞൊരു കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം അല്ലേ? പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യണം. ഇപ്പൊ പണ്ടത്തെ ഒരു പാട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, പാട്ട് പാടാം,
നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ പാടണം. പക്ഷെ എന്ത് ചെയ്യണ്ട, പിന്നെ അൺമ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യരുത്, എല്ലാവരും പാട്ട് പാടണം. ഓക്കെ, റെഡിയാണോ? ചില ആൾക്കാരൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, നല്ല സൗണ്ടിൽ പാടിക്കോളൂ കേട്ടോ. ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം, ഉപ്പാനെയാണ് എനിക്കേറെ ഇഷ്ടം. സാറേ ഓ, ഒന്ന് മെല്ലനെ പാടുവാ. അതെന്താ? നിങ്ങൾ സ്പീഡ് പാടാൻ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ ഫൈൻ, ഓക്കെ ഓക്കെ. ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം. പാടി നോക്കി. അൺമ്യൂട്ട് ചെയ്യരുത്, അൺമ്യൂട്ട് ചെയ്യരുത്. ഉമ്മാന്റെ ആ ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം. Then let me do something. ഞാൻ പാടാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കേട്ടാൽ മതി, പാടണ്ട കേട്ടോ. എന്റെ കേട്ടോളൂ കേട്ടോ. ഉമ്മാനെയാണ് എനിക്കേറെ ഇഷ്ടം, ഉപ്പാനെയാണ് എനിക്കേറെ ഇഷ്ടം. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് കൂട്ടുകാരെ നമുക്കുള്ള സ്വർഗം, കൂട്ടുകാരെ നമുക്കുള്ള സ്വർഗം. ഉമ്മന്റെ കാലിന്റെ അടിയിലാണോ സ്വർഗം? അപ്പൊ ഒരു കാര്യം ചെയ്യാം, മെല്ലെ മെല്ലെ അടുക്കളയിൽ പോകുമ്പോ ചിലപ്പോ ഉമ്മ അവിടെ ഉണ്ടാവും. മെല്ലെ ഉമ്മന്റെ കാല് പിടിച്ച് ഒരൊറ്റ വലി, ഉമ്മ അല്ലോ എന്നിട്ട് ഒരൊറ്റ പുകലായിരിക്കും. അപ്പൊ ഉമ്മ ചോദിക്കും, മോനെ മോളെ എന്തിനാ എന്നെ വലിച്ച തായിട്ടത് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാല്, പിന്നെ ഇന്നൊരു സാറ് വന്നീന്, സാറ് പറഞ്ഞ് ഉമ്മന്റെ കാലിന്റെ അടിയില് സ്വർഗാണ്, ഉമ്മന്റെ കാലിന്റെ അടി ചളിയാണല്ലോ ഉമ്മ എന്നൊക്കെ എന്ത് ചെയ്യാ പറയല്ലേ? അങ്ങനെ അല്ലല്ലോ, ഉമ്മ പറഞ്ഞത് കേട്ടാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, സ്വർഗം കിട്ടൂലേ. അടുത്ത വരി എന്താ അറിയോ? ബഹുമാനം വേണം, സ്നേഹവും വേണം, സംസാരം സൗമ്യമായി ചെയ്തിടേണം. എങ്ങനെ? നല്ല ബഹുമാനം വേണം, നല്ല സ്നേഹവും വേണം. റബ്ബേ, നല്ലോണം ഉമ്മാനിപ്പാനും എന്ത് ചെയ്യണം, സ്നേഹിക്കണം. അതുപോലെ സംസാരിക്കേണ്ട എങ്ങനെ അറിയോ? മെല്ലെ ഉമ്മാനിപ്പാനും സ്നേഹിച്ച് ബഹുമാനിച്ച്. ഉമ്മ ഇപ്പൊ എനിക്ക് എപ്പോഴാ മനസ്സിലായെന്നറിയോ? എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു മോളുണ്ട്. ഹയ എന്നാണ് ആ മോളെ പേര്, ഹയമോൾ എന്നാണ് എന്റെ മോള്. ചെറിയ മോളാ, 2.5 വയസ്സേ ഉള്ളൂ. പക്ഷെ ഇങ്ങൾക്ക് കേൾക്കണം, ഹയമോള് വന്നിട്ട് ഉപ്പാ എന്ന് വിളിക്കുന്ന നേരത്തെ റബ്ബേ എന്റെ മനസ്സിലുള്ള സന്തോഷം എത്രാന്നറിയ നിങ്ങള്? എന്റെ മനസ്സിലുള്ള സന്തോഷം കേൾക്കുന്നില്ലേ? ഓക്കെ സോറി. എന്റെ മനസ്സിലുള്ള സന്തോഷം എനിക്ക് എന്തുണ്ടായിട്ടെന്താ, എന്റെ മോള് ഹയമോള് വന്നിട്ട് ഉപ്പാന്ന് വിളിച്ച എന്റെ സന്തോഷം എത്ര. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഉമ്മാനെ ഇപ്പാനോട് എന്ത് ചെയ്യണം, എനിക്കിഷ്ടാണ് എന്ന് പറയണം. എന്താ പറയേണ്ടത്? ഐ ലവ് യു എന്ന് പറയണം. അജേ, അപ്പൊ ചില ആൾക്കാർക്കൊക്കെ കുറവായി ഇമ്മാനെ പിന്നെ ഉമ്മനോട് ഇപ്പനോട് ഐ ലവ് യു പറയാനോ. അജേതാണ് ഈ ഉസ്താദ് പറയുന്നത് എന്നാക്കി എന്ത് ചെയ്യാ ചിലവരൊക്കെ ചിന്തിക്കുക അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയറിയോ, ഈ റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ഇഷ്ടം അവരോട് പറയണം. അമ്മക്ക് വാപ്പനെ ഇമ്മനെ ഇഷ്ടമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ഇഷ്ടമുണ്ട് എന്ന് എന്ത് ചെയ്യണം, അവരോട് പറയണം. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി വെച്ചാൽ ഐ ലവ് യു എന്ന് പറയാം. ഉമ്മ ഉപ്പ എനിക്ക് ഉമ്മാനിപ്പനെ വളരെ ഇഷ്ടമാണെന്ന് പറയാ. എന്നിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുക. എന്തു കൊടുക്കുക? ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുക. അതാണ് പറയുന്നത് ഉമ്മക്കൊരു ഉമ്മ. എന്താണ്? ഉമ്മക്കൊരുമ്മ. ഉമ്മാക്ക് പോയിട്ട് എന്ത് ചെയ്യാ, ഒരു നല്ല ഒരു ഉമ്മ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇൻഷാ അള്ളാ, അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പൊ ഉമ്മക്ക് എന്ത് ചെയ്യാ, നല്ല ഒരു ഉമ്മ കൊടുക്കുക. ഇനി മറ്റൊരു വിഷയമാണ് നമ്മൾ പറയേണ്ടത്. പറഞ്ഞതെല്ലാം നാം ചെയ്തിടേണം, തടഞ്ഞതെല്ലാം നാം വെടിഞ്ഞിടേണം. അപ്പൊ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം അല്ലെ? വാപ്പയും ഉമ്മയും ആണല്ലോ, ഓരോട് പറഞ്ഞതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പറയണം, ചെയ്യണം. ഇനിയോ ചെയ്യരുത് എന്ന് പറഞ്ഞ ചില സാധനങ്ങളുടെ ഏതുപോലെ മോനെ മോളെ പിന്നെ പിന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഉണ്ടാകരുത്. അവസാനത്തെ എന്താ അറിയോ? കാരുണ്യ ചിറകുകൾ താഴ്ത്തിടേണം, അവർക്ക് നാം എപ്പോഴും തുണയാകണം. എങ്ങനെ അറിയോ? കാരുണ്യ ചിറക്, അവർക്ക് വേണ്ടി സ്നേഹിക്കണം, അതേപോലെ പ്രാർത്ഥിക്കണം. എന്താ ലാസ്റ്റ് വരി കേട്ടോളേ?
പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് നാം എപ്പോഴും പ്രാർത്ഥിക്കണം. ഫുൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ത് എന്ന് ആർക്കാ പറയാൻ പറ്റുക? അത് നോക്കട്ടെ. ടൈപ്പ് ചെയ്യണേ. ആ ടൈപ്പ് ചെയ്യണം. ഫസ്റ്റ് ആരാ ടൈപ്പ് ചെയ്യാൻ നോക്കട്ടെ? പ്ലീസ് ഇംഗ്ലീഷിലോ അറബി? വെരി ഗുഡ്. പിന്നെ അപ്പൊ കൊറേ ആളുകൾക്ക് അറിയില്ലേ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. അപ്പൊ അത് ഹംദാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു തവണ പറയാം, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ പറയട്ടോ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഇതെന്നും എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാർക്കോ എന്നും എന്റെ ഉമ്മാക്ക് ടൈപ്പ് ചെയ്യൂ. ഞാൻ ടൈപ്പ് ചെയ്യണം. എന്റെ ഉമ്മാക്ക് ഉപ്പാക്ക് ഞാൻ എന്നും പ്രാർത്ഥിക്കും എന്നുള്ളൊരു യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാ നിസ്കാരത്തിനും എല്ലാ നിസ്കാരത്തിനും ശേഷം വെരി ഗുഡ്. അല്ലാ മാഷാ അല്ലാ, ഞാൻ ചെയ്യാറുണ്ട്. യെസ് വെരി ഗുഡ്. അയ്വ എന്തൊരു സന്തോഷം. നിങ്ങൾ നല്ല മക്കളാണ് മക്കളെ. എനിക്ക് സന്തോഷം. എനിക്ക് നിങ്ങളെല്ലാരും ഇഷ്ടമായി. എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണല്ലോ പറഞ്ഞതിലേ. വെരി ഗുഡ്. ഇനി നമ്മള് ആദ്യം പറഞ്ഞു നമ്മൾ അള്ളാഹുവിനോട് റെസ്പെക്ട് വേണം. രണ്ടാമത്തെ റെസ്പെക്ട് പാരന്റ്സിനോട് വേണം. ഇനി മൂന്നാമത്തെ റെസ്പെക്ട് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ മൂന്നാമത്തെ റെസ്പെക്ട് എന്ന് പറയുന്നത് ഇതാണ്. കുറെ നേരത്തെ പറഞ്ഞ സംഭവമാണ്. പിന്നെ റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്. അതാണ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്. നമ്മൾ മുതിർന്ന ആളുകളോട് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അത് വലിയൊരു കാര്യം. മുതിർന്ന ആളുകൾ, നമ്മളെക്കാൾ ഏജ് ഉള്ള ഒരാൾക്കാരുണ്ടാവൂലേ, നമ്മളെ കാക്കമാര്, നമ്മളെ താത്തമാര്, ഇവരൊക്കെ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. പക്ഷേ പലപ്പോഴും എന്താണെന്നറിയോ? വീട്ടില് ബദർ യുദ്ധം നടക്കാറുണ്ട്. വീട്ടില് ഭയങ്കര കച്ചറ. എന്താ കച്ചറ? ഇക്കാക്ക ഇത്താത്തേറ്റ് നല്ല കച്ചറ. അല്ലാ, ഇവിടെ ദിക്റ മെഹവിഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടില് ഒരു ഇക്കാക്കയും ഒരു അഞ്ചത്തിയും ഇങ്ങനെ കേൾക്കുന്ന ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ഉണ്ടോ? മാഷാ അല്ലാ, രണ്ടാൾക്കാർ ഒരുമിച്ച് കച്ചറ കൂടുതലുണ്ടോ? പിന്നെ മുഹമ്മദ് ഷാദിൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഒരു ഇക്കാക്കനെയും ഒരു അഞ്ചനെയും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ സിബ്ലിങ്സ് ഉണ്ടോ? കാക്ക അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പേരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യൂ. കാക്കയെ താത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെ പേരൊക്കെ എന്ത് ചെയ്തോളി, ഒന്ന് ടൈപ്പ് ചെയ്തോളി. നമുക്ക് എല്ലാവർക്കും ഒന്ന് അറിയട്ടോ. ഹംദാനിന്റെ ഇതിലും ഉണ്ടല്ലോ ഒരു അഞ്ചത്തിക്കുട്ടീനെ കണ്ടല്ലോ ഞാന്. മാഷാ അല്ലാ. സുലൈമിൽ 3 ആളുകൾ. അയ്വ കൊറേ ആളുകൾ ഉണ്ടല്ലോ അല്ലേ. വെരി ഗുഡ്. അവരെല്ലാരും പേര് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ജസ എന്നൊക്കെ ഫഹിമ അറിയുന്നുണ്ട്. അപ്പൊ ഈ നമ്മളെ മുതിർന്ന എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത് ചിലപ്പോ നമ്മളെ കാക്കായിരിക്കും, നമ്മളെ എത്താത്തായിരിക്കും. അപ്പൊ ചിലവർ പറയും, ഉസ്താദേ സാറേ നിങ്ങൾ എന്തു പറഞ്ഞോ എന്റെ കാക്കനെ ഞാൻ റെസ്പെക്ട് ചെയ്യൂല. ചിലവർ പറയും, ഉസ്താദേ സാറേ നിങ്ങൾ എന്ത് പറഞ്ഞോ എന്റെ ഇത്താത്തനെ ഞാൻ റെസ്പെക്ട് ചെയ്യൂല. അങ്ങനെയാണ്. എന്റെ കാക്ക നിങ്ങൾക്ക് അറിയായിട്ടാണ്. കാക്ക അങ്ങനെയാണ് എന്ന് ചിലവരൊക്കെ. പക്ഷെ മക്കളെ, നമ്മളെ കാക്ക ഇത്താത്തയല്ലേ. അപ്പൊ നമ്മളെ കാക്കനെ ഇത്താത്തനെ നമ്മൾ നല്ല റെസ്പെക്ട് ചെയ്യണം. മാത്രല്ല പുറമെ ഉള്ള ബാക്കി നമ്മളെ ഏജായ ആളുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ എന്ത് ചെയ്യാം? റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ കുറെ ഫിദ, റിഫ, റിയ, തെൽവിൻ, സജ, കുറെ ആളുകളെ കാണാൻ കഴിഞ്ഞു. മാഷാ അല്ലാ. ഒരു ദിവസം നമുക്ക് എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് പരിചയപ്പെടണം കേട്ടോ. അപ്പൊ നമ്മൾ 4ാമത്തെ ഒരു പോയിന്റിലേക്ക് ഇൻഷാ അല്ലാ നമ്മൾ കടക്കുകയാണ്. ഇതാണ് 4ാമത്തെ പോയിന്റ്. റെസ്പെക്ട് ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്കോളേഴ്സ്. നമ്മളെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം. മക്കളത് ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ടൈപ്പ് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്? ഒന്ന് ഉത്തരം പറയൂ. വൈ വി നീഡ് ടു റെസ്പെക്ട് അവർ ടീച്ചേഴ്സ്? Hamdan പറഞ്ഞു, they teach us, for teaching us. Yes, very good. They teach us good things, yes, they teach us, because they will lead us for success. ആരെ പറഞ്ഞു? Aiva Fatima Muhammad. Give knowledge. Great, masha Allah.
സിയാന സിയാന വെരി ഗുഡ് സിയാനന്റെ നല്ലൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? സിയാനോട് പോയി സെക്കൻഡ് പാരന്റ് ഓഫ് അവേഴ്സ് അല്ലേ? നമ്മളെ മെയിൻ പാരന്റ്സ്, നമ്മളെ വീട്ടിലെ പാരന്റ്സ് കഴിഞ്ഞാൽ നമ്മളെ അടുത്തൊരു പാരന്റ്സ് ആണ് അല്ലേ? ദേ ഹെൽപ്പ് us to know. അള്ളാഹുവേ ഇവർക്കും എല്ലാം അറിയല്ലോ. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. ലെറ്റ് us seek knowledge അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും പ്രൊട്ടക്ട് ഫ്രം ബാഡ് തിങ്സ് ദിക്ര മെഹവിഷ് പറഞ്ഞു. മാഷാ അല്ലാ, നല്ല നല്ല ഉത്തരങ്ങളാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറയാം അപ്പൊ ഇൻഷാ അല്ലാ. അപ്പൊ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പിന്നെ നമ്മളെ ടീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. സി ഐ എം എ ടീച്ചർ. സത്യത്തിൽ ഞാനൊരു ടീച്ചറാണ്. ഇപ്പോ എന്റെ കുട്ടികൾ, എന്റെ മക്കൾ എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ എന്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ ആനുവൽ ഡേക്ക് ഞാൻ വന്ന സമയത്ത് എന്റെ കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ മക്കളൊക്കെ വന്ന് സലാം പറഞ്ഞ് സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിലാണെന്നറിയോ? അതുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. എങ്ങനെയാ റെസ്പെക്ട് ചെയ്യേണ്ടത്? ഒന്ന്, അവര് പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഇനി അവരെന്ത് ചെയ്താലും നമ്മൾ ടീച്ചേഴ്സ് ആണല്ലോ, അവർ പറഞ്ഞത് കേൾക്കുക. ഏതുപോലെ ഇപ്പൊ ചില ടീച്ചേഴ്സ് പറയും, നാളെ നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവര് പറയും, അതാ ടീച്ചർ അല്ലേ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ ടീച്ചറെ വലിയ ഇഷ്ടമല്ല എന്ന് ചിലപ്പോ പറയും. പറ്റൂല, എന്ത് കളിച്ചാലും പറ്റൂല. നമ്മളെ ടീച്ചേഴ്സ് ആണോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ റെസ്പെക്ട് നിർബന്ധമായും ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളോടുള്ള അടുത്തൊരു ചോദ്യം പറയാണ്. പിന്നെ എങ്ങനെ നമ്മൾക്ക് അവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും? എങ്ങനെ? ഹൗ വി ക്യാൻ റെസ്പെക്ട് ദം? സാർ എന്റെ ക്ലാസ്സിൽ ചില കുട്ടികൾ അങ്ങനെയാ. ചില കുട്ടികൾ അങ്ങനെയാണല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു തർഗീബ് ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടികൾ പോലും എന്ത് ചെയ്യരുത്? പിന്നെ ഇത് ചെയ്യരുത് അല്ലേ? ബൈ ഡൂയിങ് എവറിത്തിങ് ദേ ടെൽ. വെരി ഗുഡ്. ബൈ നോട്ട് ബീങ് റൂഡ് ടു ദം. ഫൈസ സെയിം, നല്ല പോയിന്റ് ആട്ടോ. മാഷാ അല്ലാ, അവരൊക്കെ പറയുന്നത് അവരോട് എന്ത് ചെയ്യരുത്? പിന്നെ റൂഡ് ആവരുത്. പ്ലീസ് ടൈപ്പ് ചെയ്യണേ. പിന്നെ ഡു വാട്ട് ദേ സേ. പിന്നെ ഫോളോ ദ റൂൾസ്. ആരാ പറഞ്ഞത്? അത് സിയാന സെയിം, നല്ല പോയിന്റ് കേട്ടോ. ഫോളോ ദ റൂൾസ്. നമ്മളെ ടീച്ചേഴ്സേ നമ്മളെ ഇതിന് വേണ്ടിയിട്ട് കുറെ പിന്നെ റൂൾസ് ഉണ്ടാക്കിണ്ടാവും അല്ലെ? അത് നിർവഹിക്കുക. ഓക്കെ ഓക്കെ. സുലൈം പറഞ്ഞെന്താ അറിയാം? ഡോണ്ട് ബി നോട്ടി. വെരി ഗുഡ് വെരി ഗുഡ്. എന്താ അവരെ ഇടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടൈപ്പ് ചെയ്യണേ, മാക്സിമം ടൈപ്പ് ചെയ്താൽ വളരെ സന്തോഷമായി. അപ്പൊ ഇടങ്ങേറാക്കരുത് ദുആ ഫാത്തിമാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു. നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത് അല്ലേ? അവര് പറയുന്നത് കേൾക്കുക. വി ഷുഡ് ലിസൺ ടു ദം. വെരി ഗുഡ്, വി ഷുഡ് ലിസൺ ടു ദം. അപ്പോ നമ്മൾ നാളെ മുതൽ ഒരു തീരുമാനം എടുക്കണം. എന്താ അറിയോ? അപ്പൊ നമ്മൾ ഈ തർഗീബ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. ബാക്കി ഏത് കുട്ടികൾ എന്ത് ചെയ്തോട്ടെ, പക്ഷെ തർഗീബിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തൊരു കുട്ടി ഉണ്ടായിരുന്നു. നാളെ മുതൽ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, സലാം പറയാൻ പറ്റിയതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സർ എന്ന് സലാം പറഞ്ഞ്, ഹൗ ആർ യു സർ, സാറിന്റെ സുഖങ്ങളൊക്കെ ചോദിച്ച്, ഐ ഡൺ ഓൾ ദ വർക്ക് വാട്ട് യു സെഡ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ സാറെ സന്തോഷിപ്പിച്ച്, പിന്നെ സാർ എനിക്ക് ഇഷ്ടമാണ്, ടീച്ചർ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ല ഹെൽപ്പ് ചെയ്ത്, നേരത്തെ പറഞ്ഞ ഇൽഹാൻ പറഞ്ഞ പോലെ അവരെ ഹെൽപ്പ് ചെയ്ത് എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാ മുന്നോട്ട് പോകണം. അപ്പോ എല്ലാവരും കമന്റ് സെക്ഷനിലേക്ക് വീണ്ടും വരിക. കമന്റ് സെക്ഷനിലേക്ക് വരിക. ഓക്കെ. അങ്ങനെയാണ് അവരോട് റെസ്പെക്ട് കാണിക്കല്ലേ? അതെ. അപ്പൊ പിന്നെ എല്ലാവരും കമന്റ് സെക്ഷനിലേക്ക് വരാം. എന്നിട്ട് ടൈപ്പ് ചെയ്യേണ്ട ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നമ്മൾ ആരോടാണ് പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആരാണത് മ്യൂട്ട് ചെയ്യണേ? ഓക്കെ, ബറക്കല്ലാഹു ഫീക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്? അല്ലാഹ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, ബറക്കല്ലാഹ്. സെക്കൻഡ് ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്? ഐവ സ്പീഡിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് സൂപ്പർ. തേർഡ് വൺ എൽഡേഴ്സ്. വെരി ഗുഡ് മാഷാ അല്ലാഹ്. എൽഡേഴ്സ്. നമ്പർ ഫോർ ഐവ ഹാജറ, റൈഹ, ഫാത്തിമ, ജബീർ, നസീഹ, സുലീം, മൻഹ, ഫസിൻ. ഐവ മാഷാ അല്ലാഹ്. അപ്പൊ ആ പോയിന്റ് എന്ത് ചെയ്തു? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്: റെസ്പെക്ട് ഫോർ ഓൾ ഹ്യൂമൻസ്. എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ ബഹുമാനിക്കണം.
ആരൊക്കെ? ഇസ്ലാം ടീച്ചേഴ്സ് റെസ്പെക്ട് ഫോർ എവറി ഹ്യൂമൻ ബീയിങ് റിഗാർഡ്ലെസ് റേസ്, കളർ ഓർ ബാക്ക്ഗ്രൗണ്ട്. എല്ലാവരെയും, എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. എല്ലാ മനുഷ്യന്മാരെയും ബഹുമാനിക്കണം. മനുഷ്യനാണോ അവനെ ബഹുമാനിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ചില ഉസ്താദെ, നമ്മൾ കുട്ടികളെ അവരെ പിന്നെ റിലീജിയനെ അങ്ങാടികളിലൂടെ നോക്കരുത്. നടക്കുന്ന, അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ റിലീജിയന്റെ കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും അവരെ മനുഷ്യന്മാരെ, എല്ലാ മനുഷ്യന്മാരെയും എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ പിന്നെ ഭക്ഷണം ഇല്ലാതെ ഒരാൾ നിൽക്കുന്നത് കണ്ടാൽ അവർക്കൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കഴിയൂലേ? നമ്മൾക്കൊരു മുട്ടായി വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. ചെറിയ കുട്ടികൾക്ക് പണം ആവശ്യമുള്ള ആളുകൾക്ക് പണം കൊടുക്കാൻ കഴിയും. പിന്നെ അങ്ങനെ നമ്മൾക്ക് മനുഷ്യന്മാരെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. എന്റെ സ്കൂളിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ സ്കൂളിൽ ഞങ്ങൾ നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു, ഒരു പിന്നെ ഹെൽപ്പിംഗ് കിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. ഹെൽപ്പിംഗ് കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക? നമ്മളെല്ലാവരും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞങ്ങൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ സ്കൂളിലൊക്കെ ഇങ്ങനെ പിന്നെ പേസ്റ്റ് ചെയ്ത സമയത്ത് 3ാം ക്ലാസ്സിലെ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മോള് വന്നിട്ട് എന്റെ കയ്യിലേക്ക് 2 രൂപ തന്നു. എത്ര രൂപ? ജസ്റ്റ് 2 റുപ്പീസ്, 2 രൂപ. എന്നിട്ട് മോള് പറഞ്ഞു, സാറേ എന്റെ അടുത്ത് ഇതേ ഉള്ളൂ, ജസ്റ്റ് 2 രൂപയേ ഉള്ളൂ, ഇത് എനിക്ക് മുട്ടായി വാങ്ങാൻ തന്ന പൈസയാണ്, ഇത് സാർ അവർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ ആ മോള് എന്റെ കയ്യിൽ തരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ മോളെ മനസ്സിലുള്ള ഒരു നന്മ എത്രയാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ എന്ത് ചെയ്യണം? നമ്മളെ സഹായിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് നമ്പർ 5 എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് സ്പീഡാക്കി പറയാൻ പോവാണ്. നമ്പർ 6 എന്ന് പറയുന്നത് ഇതാണ്, റെസ്പെക്ട് ഇൻ സ്പീച്ച്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. റെസ്പെക്ട് ഇൻ സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള റെസ്പെക്ട്. എങ്ങനെ? സംസാരിക്കുമ്പോൾ ഉള്ള റെസ്പെക്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ കൈൻഡ്ലി പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ സ്പീക്ക് കൈൻഡ്ലി. പിന്നെ ആരോ ഒരാള് പിന്നെ സ്ക്രീനിൽ കളിക്കണ്ടല്ലേ? സാരല്ല. പിന്നെ ഇനി കളിക്കാതിരുന്നാ മതി കേട്ടോ. സാറേ, ഓയസ്, നമ്മൾ ഗുഡ് തിങ് ആരോട് പറയുമോ അത് റെസ്പെക്റ്റാ. വെരി ഗുഡ്. അതാരാ പറഞ്ഞേ? അസാൻ. ആയിവാ, സൂപ്പർ പോയിന്റ് അസാൻ, ഐ ലൈക്ക് യു, വെരി ഗുഡ്. പോയിന്റ്സ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ എന്ത് ചെയ്യാം? എല്ലാവർക്കും കാണാം കേട്ടോ. പിന്നെ ഞാൻ നോക്കട്ടെ കേട്ടോ. കമന്റ് സെക്ഷനിൽ പറഞ്ഞു, വെൻ വി ടോക്ക് ഡോണ്ട് സേ ബാഡ് വേർഡ്സ്. നല്ല പോയിന്റ് ആട്ടോ പറഞ്ഞത്. അത് സിയാനാണ് അത് പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയോ? നമ്മൾ സംസാരിക്കുമ്പോ മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് അവിടെ പറഞ്ഞൊരു പോയിന്റ്. ഈ മോശപ്പെട്ട വാക്ക് എന്ന് വെച്ചാൽ അറിയോ? ചില കുട്ടികളൊക്കെ പിന്നെ മോശപ്പെട്ട വാക്കുകൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. പിന്നെ അത് ഫ്രണ്ട്സിനോട്, ടീച്ചേഴ്സിനെ പറ്റി, അത് പാടില്ല. മോശപ്പെട്ട വാക്ക് എന്ത് ചെയ്യരുത്? നമ്മൾ ഉപയോഗിക്കരുത്. ഇനി മറ്റൊരു വിഷയം അവർ പറഞ്ഞെന്താ വെച്ചാല്, ദുൽഖർ പറഞ്ഞെന്താ അറിയോ? കൺട്രോൾ ദ ടങ് വിത്ത് ഓൾ ഗേറ്റ്. ആയിവ, നമ്മളെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം അല്ലെ? നാവിനെ സൂക്ഷിക്കണം. വെരി ഗുഡ്, നല്ല പോയിന്റ് ആട്ടോ. ഹന റഷീദ് പറഞ്ഞത് അറിയോ? പൈസ കൊടുക്കണം. ടൈപ്പ് ചെയ്യണേ. ഹന റഷീദ് പറഞ്ഞത്, വി നീഡ് ടു ടോക്ക് പൊളൈറ്റ്ലി. ആയിവ, സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം അറിയോ? നല്ല പൊളൈറ്റ് ആയി സംസാരിക്കണം അല്ലെ? വെരി ഗുഡ്. ഫാത്തിമ മുഹമ്മദ് ഇമെയിലില് ഫൈഹാണ് അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. വെയിറ്റ്, എന്താ പറഞ്ഞത്? ഇവിടെ ഒരു പോയിന്റ് കണ്ടല്ലോ. പിന്നെ അവരെ ഹേർട്ട് ചെയ്യരുത് എന്ന് എന്ത് ചെയ്തു? പിന്നെ പറഞ്ഞു. വി നീഡ് ടു ടോക്ക് പൊളൈറ്റ്ലി എന്ന് പറഞ്ഞു. കൈൻഡ്നെസ് ഇൻ സ്പീച്ച് എന്ന് പറഞ്ഞു. ഗിവ് poor people money എന്ന് പറഞ്ഞു. ഡോണ്ട് സേ ടു യുവർ പാരന്റ്സ് അല്ലേ? വെരി ഗുഡ്. ഓൺലി സേ തിങ്സ് ദാറ്റ് വിൽ നോട്ട് ഹേർട്ട് അതേഴ്സ്. അത് പറ്റൂട്ടോ, നല്ല പോയിന്റാ. അതായത് ബാക്കിയുള്ളവർക്ക് ഹേർട്ട് ചെയ്യാത്ത സംസാരം ചെയ്യണം, സംസാരിക്കണം. വെരി ഗുഡ്. പിന്നെന്താ? ചാരിറ്റി, വെൻ വി ടോക്ക് വി ഷുഡ് സ്മൈൽ ടു എവരിവൺ. എല്ലാവരെയും ചിരിച്ചിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം. കളവ് പറയാൻ പാടില്ല. വെരി ഗുഡ്. ഹംദാനാണ് പറഞ്ഞത് അല്ലേ? ഡോണ്ട് ലൈ. പിന്നെ സിയാൻ പറഞ്ഞത് അറിയോ? ഡോണ്ട് ബി റൂഡ്. എല്ലാവരും നല്ല നല്ല പോയിന്റ്സ് ആണ് എന്ത് ചെയ്തത്? പറഞ്ഞുകൊണ്ടേ നിൽക്കുക. ഡോണ്ട് തിങ്ക് ബാഡ് ഓഫ് ദം. പിന്നെ ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു ദം വെയിറ്റ് അണ്ടിൽ ദേ ആർ ഫിനിഷ്ഡ്. അത് നല്ലൊരു പോയിന്റ് ആട്ടോ. അപ്പൊ ഇന്ന് മുതൽ തർഗീബിൽ പങ്കെടുത്ത കുട്ടികൾ എന്ത് ചെയ്യണം അറിയോ? സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. ഏതെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് മോശപ്പെട്ട ബാഡ് വേർഡ്സ് ഉപയോഗിച്ചാൽ പറയണം, ഞാൻ തർഗീബിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്, ഞാൻ ഇന്നലെ പഠിച്ചത് എന്താ വെച്ചാൽ മോശപ്പെട്ട വാക്ക് എന്ത് ചെയ്യില്ല, ഞാൻ മിണ്ടൂല, അതുകൊണ്ട് ഐ വിൽ നോട്ട് യൂസ് ബാഡ് വേർഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നിർത്തണം. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ ഏറ്റവും നല്ല സംസാരം എന്ത് ചെയ്യണം? സംസാരിക്കാൻ സാധിക്കണം. ഇനി അടുത്തത് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. നമ്പർ 7 നമ്മൾ എന്ത് ചെയ്യണം? പറയണം.
റെസ്പെക്ട് ഫോർ നെയ്ബേഴ്സ്. റെസ്പെക്ട് ഫോർ നെയ്ബേഴ്സ്. വി ഓൾ ഹാവ് സാറേ നെയ്ബേഴ്സ് വെൻ വി ആർ നമ്മൾ പിന്നെ ഫ്ലാറ്റിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മള് നെയ്ബേഴ്സ് ഉണ്ടാവും, നമ്മളെ വീട്ടിലാണെങ്കിൽ നെയ്ബേഴ്സ് ഉണ്ടാവും. അവരെ റെസ്പെക്ട് ചെയ്യണം. എന്താണെന്നറിയോ, നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണല്ലോ. എത്രത്തോളം അറിയോ, സാറേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിർബന്ധമായി അള്ളാഹിൽ വിശ്വസിക്കുന്നുണ്ടോ. സാറേ ഓ യെസ് പ്ലീസ് പറയൂ. നമ്മളെ നെയ്ബേഴ്സ് നിക്കുമ്പോ ആരും നമ്മള് വീട്ടിലെടുത്ത് വരൂല, ഓല നമ്മളെ ചെക്ക് നമ്മളെ ലൈക്ക് വാച്ച് ചെയ്യുന്ന. പിന്നെ അതൊരു പേഴ്സണലൈസ്ഡ് കേസ് അല്ലേ. ഞാനൊരു പൊതുവായിട്ട് പറയാം കേട്ടോ. മാക്സിമം അവരോടൊക്കെ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായി നിൽക്കുക. അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ പിന്നെ എന്തെങ്കിലും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കാം, ഗിഫ്റ്റ് കൊടുക്കാം, അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കാം. അപ്പൊ അവരെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോ പിന്നെ ടൈപ്പ് ചെയ്യണേ. പിന്നെ ചിലപ്പോ നമ്മൾക്ക് അഞ്ചാമത് ആരായിരുന്നു? ഞാൻ പറയാം. ആരായിരുന്നു? അഞ്ചാമത് ഞാൻ ലാസ്റ്റ് പറയാം. ഒക്കെ ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് നെയ്ബേഴ്സിന് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാം, ഭക്ഷണം കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ, നമ്മളെ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ, നമ്മുടെ അയൽവാസി, നമ്മുടെ നെയ്ബർ വിശന്ന് കിടക്കുന്നുണ്ട്, എങ്ങനെ അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മുസ്ലിങ്ങളല്ല എന്നാ പറഞ്ഞത് അല്ലേ. വെരി ഗുഡ്. അപ്പൊ അതില് ദുൽഖർ പറഞ്ഞു അതേ പോയിന്റ്സ് അല്ലേ. അയൽവാസി പട്ടണ ദുൽഖർ മാഷാ അല്ലാ പിന്നെ ദുആ പറഞ്ഞു. പിന്നെ ഫാത്തിമ മുഹമ്മദ് പറഞ്ഞത് എന്താ വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് ഫുഡ്, വി ഹാവ് ടു ഷെയർ ദ മാസ്. അതെ വെരി ഗുഡ്. അവരോട് പിന്നെ വി ഷുഡ് ബി കൈൻഡ് ടു ദം ആൻഡ് റെസ്പെക്ട് ദ ആൻഡ് ബി ഹോണസ്റ്റ്. വെരി ഗുഡ്. ഫുഡ് കൊടുക്കാം, ടോക്ക് സോഫ്റ്റ്ലി അല്ലെ. വെരി ഗുഡ്. അയവ എല്ലാവരും കമന്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന്. വെരി ഗുഡ്. അതാണ് പിന്നെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നെയ്ബേഴ്സിന് എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി 8th വണ്ണാണ് നമ്മൾ പറയാൻ പോകുന്നത്. റെസ്പെക്ട് ഫോർ അതേഴ്സ് പ്രോപ്പർട്ടി. ബാക്കിയുള്ള ആളുകളുടെ പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഉള്ള ഡെസ്ക്, ബെഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്, പിന്നെ നമ്മുടെ ഉപ്പ വാങ്ങി തന്ന ക്ലോത്ത് ആണല്ലോ ക്ലോത്ത്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തിയാൽ അവിടെയുള്ള ബെഞ്ച്, ഡെസ്ക്, ചില ആൾക്കാർ ബെഞ്ചിന്റെ മുകളിലൊക്കെ പിന്നെ വരച്ചിടും. അങ്ങനെ ആരെങ്കിലും വരയ്ക്കാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും പിന്നെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടോ? ബെഞ്ചിന്റെ മുകളിലൊക്കെ വരച്ചിടുന്നത് കാണാം. ചില ആൾക്കാരൊക്കെ ടോയ്ലറ്റ്സ് സാറേ കേൾക്കണേ പ്ലീസ് ലിസൺ ടു മീ. പിന്നെ ചില ആൾക്കാരൊക്കെ ടോയ്ലറ്റ്സ് മോശാക്കിയിടും. ടോയ്ലറ്റ്സ് സ്കൂളിന്റെ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ചെന്ന് മോശാക്കിയിടും, ഫ്ലഷ് അടിക്കാതെ നിൽക്കും. അതൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട സാധനങ്ങളല്ലേ, അതായത് മറ്റുള്ള ആളുകളെ ഒരു സംഭവങ്ങളല്ലേ. അപ്പൊ ഒന്നത്. രണ്ട്, ഇനിയിപ്പോ നമ്മളെ ഫ്രണ്ട്സിന്റെ ബാഗ്, പെൻസില്, പെന്ന് അവരോട് എന്തെങ്കിലും നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഒരു പെന്ന് ഇല്ലാത്തപ്പോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ എന്തെങ്കിലും ഒന്ന് ബോറോ ചെയ്യും. ബോറോ ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോയി. നമ്മൾ കെയർലെസ് ആയിട്ട് ഇതാക്കാൻ പാടില്ല. അപ്പൊ മറ്റുള്ളവരുടെ വസ്തുക്കളെ, പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യണം, നമ്മൾ വളരെ രൂപത്തിൽ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഇനി അവസാനത്തെ രണ്ടെണ്ണം കൂടി പറഞ്ഞു വിൽ വൈൻഡ് അപ്പ് ഇൻഷാല്ലാ. 9:33 ആയി. റെസ്പെക്ട് ഫോർ ദി എൻവയോൺമെന്റ്. നമ്മൾ എൻവയോൺമെന്റിന് എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഇതിനെ പറ്റി യെസ് പറയൂ. ഉമ്മയെ അമ്മക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അതെ, ഉമ്മ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നില്ല. വെരി ഗുഡ്. ഓക്കെ. റെസ്പെക്ട് ഫോർ ദി എൻവയോൺമെന്റ്, ഇതാണ് അടുത്തൊരു പോയിന്റ്. എങ്ങനെ അവിടെയുള്ള എനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് നേച്ചർ, ഇവരൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഒന്നാമത്തെ എനിമൽസ്, നമ്മൾ ചില ആൾക്കാരൊക്കെ വെറുതെ എനിമൽസിന് എന്ത് ചെയ്യും, പിന്നെ ഉപദ്രവിക്കുന്നത് കാണാം. അതിൽ ഞാനൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ അക്വേറിയം, പിന്നെ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വീട്ടില് അക്വേറിയം ഉള്ള ആളുകൾ ഉണ്ടോ? അക്വേറിയത്തിൽ പിന്നെ ഗോൾഡ് ഫിഷ് ഉള്ള ആളുകൾ, ഗോൾഡ് ഫിഷ് ഉണ്ടാവും, ചിലപ്പോ ഗപ്പി ഉണ്ടാകും അല്ലെ. പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല അല്ലെ. Fine, great. So many will be having the maybe the fishes in the aquarium or something, birds or something, or cats or something. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഫുഡ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ മറക്കരുത് അല്ലെ. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, നോക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് എനിമൽസിന്റെ കാര്യം. പിന്നെ വെറുതെ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, പിന്നെ കല്ലെടുത്തെറിയ, ചിലവരെ ഉപദ്രവിക്കുക, അതൊന്നും പാടില്ല. ഉപദ്രവിക്കാൻ പാടില്ല. അത് വിചാരിച്ച് പിന്നെ എക്സാമ്പിള് ഇതൊക്കെ കേട്ടിട്ട് പിന്നെ ഒരു പാമ്പ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയാണ്,
പഠിച്ചോനെ പിന്നെ അള്ളാഹ് ഉപദ്രവിക്കാൻ പറ്റൂലേ? അള്ളാഹ് നല്ലൊരു മാഷാ അള്ളാഹ് നല്ലൊരു പാമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പാമ്പ് ഒന്ന് കൊത്തും. ഇനി ഒരു ഡോഗ് വന്ന് നമ്മളെ ബൈറ്റ് ചെയ്യാൻ വരുമ്പോ അയ്യോ നേച്ചുറലി ഉള്ള നല്ലൊരു ഡോഗാണല്ലോ ബൗ ബൗ കുട്ട എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും? 2 കടി കിട്ടിയാൽ ആടെ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ കിടക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കേസല്ല പറയുന്നത്, ബാക്കി എല്ലാ ഇൻമൽസിനെ എന്ത് ചെയ്യണം? പിന്നെ അബ്ദുള്ള പറഞ്ഞ എന്താണെന്നറിയോ? ഒൺലി എ ഫിഷ് ടാങ്ക് നോ ഫിഷ് എന്ന്. അള്ളന്റെ അബ്ദുള്ള, ഫിഷ് ടാങ്ക് വെച്ചിട്ട് ഫിഷ് ഇല്ലാണ്ട് നിൽക്കല്ലേ? പിന്നെ ഹനാ റഷീദ് വേറെ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, അത് വേണ്ടല്ലേ? പിന്നെ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഇനി അടുത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെടികൾ പ്ലാന്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ തർഗീബിന്റെ ഭാഗമായിട്ട് ഇൻഷാല്ല നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വിഷയം എന്താ അറിയോ? നമ്മുടെ വീട്ടിൽ ഒരു പ്ലാന്റ് നാളെ നടാം. കേട്ടോളേ. വി ക്യാൻ പ്ലാന്റ് 1 tree or 1 plant tomorrow. നാളെ എന്ത് ചെയ്യാം? ഒറ്റ എന്ത് ചെയ്യാം? നമുക്ക് ഇൻഷാല്ല പ്ലാന്റ് ചെയ്യാം. ചെറിയൊരു ചട്ടിയിലോ അല്ലെ എവിടെയെങ്കിലും പ്ലാന്റ് ചെയ്യാം. And then you can take the photo. See, listen. You can take the photo and you can post in our groups. അല്ലെ നമുക്കൊക്കെ ആർക്കും എന്ത് ചെയ്യാം? അയച്ചു കൊടുക്കാം. എങ്ങനെ നമ്മളെ തർഗീബ് 3.0ന്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് നാളെ എന്ത് ചെയ്യാം? ഒരു പ്ലാന്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് അയക്കാം. ആരൊക്കെ റെഡി ഉണ്ട്? സേ യെസ്. ആരൊക്കെ റെഡി ഉണ്ട്? ടൈപ്പ് യെസ്. ആരൊക്കെ ഉണ്ട്? നാളെ ഒരു പ്ലാന്റ്, പുതിയൊരു പ്ലാന്റ് ടൈപ്പ് ചെയ്ത് പിന്നെ പ്ലാന്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അയക്കാൻ ആരൊക്കെ ഉണ്ട്? വെരി ഗുഡ്. അപ്പൊ അതിന്റെ നിങ്ങളൊക്കെ ഗ്രേറ്റ്. വെരി ഗുഡ്. നല്ല മക്കള്, സൂപ്പർ മക്കളാട്ടോ. ഡബിൾ ഓക്കെ. ആരായി ഡബിൾ ഓക്കെ ഒക്കെ പറഞ്ഞേ? ദുൽഖർ പറഞ്ഞ എന്താ വെച്ചാൽ ഡബിൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ദുൽഖർ അല്ലെ? ആയിവാ. അപ്പൊ എല്ലാരും റെഡിയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്ത് ചെയ്യാ? അത് ഫോട്ടോ എടുക്കുക. ഇനി അവസാനത്തെ ലാസ്റ്റ് പോയിന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കിടക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് റെസ്പെക്ട് ചെയ്യേണ്ടത് റെസ്പെക്ട് ഫോർ ഗസ്റ്റ്. നമ്മളെ ഗസ്റ്റ് ഉണ്ടല്ലോ, വീട്ടിൽ വരുന്ന ഗസ്റ്റ്, അവരെ റെസ്പെക്ട് ചെയ്യണം. എന്താ അതിന്റെ കാരണം എന്നറിയോ? ഈ ചില കുട്ടികളുണ്ട്, കേട്ടോ, ചില കുട്ടികള് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെല്ലെ റൂമിലേക്ക് ഒരു പോക്കുണ്ട്. ഉമ്മ ഞാനും ഇവിടെ അല്ലാന്ന് പറഞ്ഞോളൂ, ബായ് എന്ന് മെല്ലെ എന്ത് ചെയ്യും? റൂമിലേക്ക് ഒരൊറ്റ പോക്ക. അങ്ങനെ ചെയ്യുന്ന ആരോ ഉണ്ടോ അവിടെ? ഒന്ന് നോക്കട്ടെ, ഒന്ന് ചിരിക്കുള്ളവരൊക്കെ ഒന്ന് ചിരിക്കി. അങ്ങനെ ചെയ്യുന്ന ഒരു ഉമ്മ, ഗസ്റ്റ് ഉണ്ട്, അല്ലാ താത്ത വന്ന് ഇല്ലാന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ആരാന്നറിയോ? ഒരു മെല്ലെ വരെ ഈ ഗസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്ന ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് അല്ലെങ്കിൽ പിന്നെ കേക്ക്, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോ റൂമിൽ നിന്ന് മെല്ലെ വന്ന് ഇമ്മ ആ ബിസ്ക്കറ്റ് എവിടെ എന്ന് ചോദിച്ചിട്ട് ഫുഡ് അടിക്കുന്ന ടീം ഉണ്ടാവൂലേ? അങ്ങനെ ഉണ്ടോ? ഞാനും അങ്ങനെയാണേ. നിങ്ങൾ അങ്ങനെ അല്ല? ചിലവരൊക്കെ അല്ലാന്നൊക്കെ പറയുന്നുണ്ട്. ആരപ്പ അല്ലാന്ന് അറിയുന്നത്? അപ്പൊ എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ എല്ലാരും അങ്ങനെ ആയിരിക്കും അല്ലേ? എന്നാലും നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടില് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലേ കേക്കണേ ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് നമ്മളെ റൂമിലേക്ക് പോവല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അവരായിട്ട് സംസാരിക്കുക, പിന്നെ വിശേഷങ്ങൾ പങ്കുവെക്കുക. കേക്കണേ അതെ അവരായിട്ട് സംസാരിക്കുക, പിന്നെ അവരോട് സന്തോഷിപ്പിക്കുക. എന്നിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടിൽ വന്നു എന്ന കാരണത്തിൽ എന്ത് ചെയ്യണം? അവരെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. പോയിന്റ് നമ്പർ 1 ടൈപ്പ് ചെയ്യൂ. പോയിന്റ് നമ്പർ 1 നമ്മൾ ആദ്യം റെസ്പെക്ട് ചെയ്യേണ്ടത് ആരെയാണ്? പോയിന്റ് നമ്പർ 1 ഫെസിൻ വേഗം ടൈപ്പ് ചെയ്യൂ. വെരി ഗുഡ്. പോയിന്റ് നമ്പർ 2 ടൈപ്പ് ചെയ്യണം. വെരി ഗുഡ്. പാരന്റ്സ്. പോയിന്റ് നമ്പർ 3 പോയിന്റ് നമ്പർ 3 elders. Very good. Point number 4 5 പോയിന്റ് നമ്പർ 5 എന്താ? ഓൾ ഹ്യൂമൻസ്. അതാണ് ശരിയായ ഉത്തരം. മുഹമ്മദ് ബാദിയാണ് ശരിയായ ഉത്തരം പറഞ്ഞത്. ഓൾ ഹ്യൂമൻസ് എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം എന്നതാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പോയിന്റ് നമ്പർ 6 റെസ്പെക്ട് ഇൻ ഏതാ? പോയിന്റ് നമ്പർ 6 നെയ്ബർഹുഡ് അല്ലേ? പോയിന്റ് നമ്പർ 6 ആർക്കാ പറയാൻ പറ്റുക?
Point number 6. No. Point number 6. Yes. Point number 6. Speech ആണ് ശരി. Yes. സംസാരിക്കുമ്പോഴുള്ള റെസ്പെക്ട്. സ്പീച്ച് ആണ് ഏറ്റവും ശരിയായ ഉത്തരം. സ്പീച്ച്. Point number 7. ആർക്കാ പറയാൻ പറ്റുക? Point number 7. Point number 7. ടൈപ്പ് ചെയ്യണം. No. Yes. Neighborhood. Very good. സുലീം പറഞ്ഞു, ഫൈസ പറഞ്ഞു, ഷമീമ പറഞ്ഞു. യെസ്, വെരി ഗുഡ്. നെയ്ബർ എന്താണ് ശരിയായ ഉത്തരം? പോയിന്റ് നമ്പർ 8. ആർക്കാ പറയാൻ പറ്റുക? പോയിന്റ് നമ്പർ 8. യെസ്, ആരാ പറഞ്ഞു? ആദ്യം പറഞ്ഞ? വെരി ഗുഡ്. നസീഹ പറഞ്ഞു, ദിൽക്കർ പറഞ്ഞു പ്രോപ്പർട്ടീസ്, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടീസ്. പോയിന്റ് നമ്പർ 9 പറയൂ. പോയിന്റ് നമ്പർ 9. അയ്വ, ആരെ പെട്ടെന്ന് പറഞ്ഞിട്ടല്ലോ. ബാദി പറഞ്ഞു, സുലീം പറഞ്ഞു, ഫൈഹ പറഞ്ഞു. യെസ്, വെരി ഗുഡ്. എൻവയോൺമെന്റ്, വെരി ഗുഡ്. പോയിന്റ് നമ്പർ 10 പറയൂ. പോയിന്റ് നമ്പർ 10. യെസ്, ഗസ്റ്റ്. വെരി ഗുഡ്. മാഷാ അല്ലാഹ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി സെഷൻ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് ഈ 10 ആളുകളും നമ്മൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ റെസ്പെക്ട് വേണം. അപ്പൊ നാളെ മുതൽ ഇന്ന് മുതൽ അള്ളാഹിന് റെസ്പെക്ട് വേണം, ഉമ്മാനോട് റെസ്പെക്ട് വേണം, നമ്മൾ സംസാരിക്കുമ്പോൾ റെസ്പെക്ട് വേണം, എൽഡേഴ്സിനോട് റെസ്പെക്ട് വേണം, ടീച്ചേഴ്സിനോട് റെസ്പെക്ട് വേണം, നെയ്ബേഴ്സിനോട് ഒരു പ്രത്യേക സ്നേഹം വേണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനോട് റെസ്പെക്ട് വേണം, നമ്മൾ എൻവയോൺമെന്റിനോട് റെസ്പെക്ട് വേണം, എല്ലാ മനുഷ്യന്മാരോട് റെസ്പെക്ട് വേണം, ഗസ്റ്റുകളോട് റെസ്പെക്ട് വേണം. അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഉമ്മക്കൊരുമ്മ ഉപ്പക്കൊരുമ്മ. അതാണ് എങ്ങനെ? ഉമ്മക്കൊരുമ്മ ഉപ്പക്കൊരുമ്മ. ഉമ്മക്ക് എന്ത് ചെയ്യാ? ഒരു ഉമ്മ കൊടുക്ക, ഐ ലവ് യു ഉമ്മ എന്ന് പറയാ. ഉപ്പക്കൊരു ഉമ്മ കൊടുക്ക, ഐ ലവ് യു ഉപ്പ എന്ന് പറയാ. അങ്ങനെ എന്ത് ചെയ്യാ? റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ പ്രാർത്ഥിക്കുക. തർഗീബിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും എനിക്ക് വലിയ ഇഷ്ടമായി. എല്ലാവരും നല്ല മക്കളായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. എല്ലാവരും ടൈപ്പ് ചെയ്തു ഐ ലവ് യു ഓൾ. എനിക്ക് എല്ലാവരും വളരെ ഇഷ്ടമായി. ജസാക്കല്ലാഹു ഖൈർ. അള്ളാഹു നമ്മൾ എല്ലാവരും സ്വർഗത്തിലാക്കട്ടെ. ക്ലാസ് ഇഷ്ടായോ? ടൈപ്പ് ചെയ്യണേ. ഓക്കെ, എല്ലാവരും റെസ്പെക്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിലാക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും, നമ്മളെ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാവരെയും എന്ത് ചെയ്യട്ടെ? ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലാക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഫീഖ് ഉസ്താദ്, നിസാം കാ അറിയത്? ഓക്കെ. ഞാൻ ഷഫീഖ് ഉസ്താദ് നോക്കുമായിരുന്നു. വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, ഷഫീഖ് ഉസ്താദ് ബിസിയാന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മുടെ ഈ ഇളയ ക്ഷണം സ്വീകരിച്ചു വന്ന നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത ഷാബിൻ സാറിനെ ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും ഞാൻ ബാംഗ്ലൂർ ഇസ്ലാഹി സെന്ററിന്റെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു ഫീഡ്ബാക്ക് ഫോം അയച്ചിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് ഫോം ഒന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത് ഫീഡ്ബാക്ക്സ് അയച്ചു തരണം. നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളുടെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാ വെഡ്നസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ രാവിലെ 6:15, ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. 6:30 മുതൽ നമ്മുടെ ഖുർആൻ ക്ലാസ് നടക്കുന്നതായിരിക്കും. അത് ഓൺലൈൻ വഴി ആയിരിക്കും നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസ ഓൺലൈനും ഓഫ്ലൈനും രണ്ടും കൂടെയുള്ള നമ്മുടെ മദ്രസ, അതിൻ്റെ അപ്ഡേറ്റ് കൂടെ ഞാനിവിടെ തരുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും മദ്രസയെ പറ്റി എൻക്വയറി ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ കണക്ട് ചെയ്യാം.
ഈ പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്ക് ഞാൻ ഫീഡ്ബാക്ക് ഫോം ഇതിൽ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇവിടെ ഫീഡ്ബാക്ക് ഫോം പേസ്റ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ബോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫീഡ്ബാക്ക് ഫോമിൽ സൈൻ ചെയ്ത് ഫില്ല് ചെയ്ത് അയക്കുക. ഷഫീഖ് ഉസ്താദ് ലൈനിലുണ്ടോ? ഓക്കെ, ഷഫീഖ് ഉസ്താദ് ഓവർ ടു യു. ഞാൻ മ്യൂട്ട് ചെയ്യാൻ. ഷഫീഖ് ഉസ്താദ് സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മക്കളെ, അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ മുതിർന്ന ആളുകളോട് ഉള്ള ബഹുമാനവും അവരോടുള്ള ആദരവും എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. എൻ്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒരുപാട് അഡ്വൈസുകൾ നമുക്ക് നമ്മുടെ ഉസ്താദ് പറഞ്ഞു തന്നു. അതൊക്കെ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ. വഅലൈക്കും അസ്സലാം.